ഈ പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ ഇത് രണ്ടാമത്തെ പിണറായി സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്. നമുക്കറിയാം, പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന നാൾ മുതൽ ഈ വനയോര മലയോര മേഖലയോട് ശത്രുതാപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. വനയോര മലയോര മേഖലയിലെ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വന്ന ഒരു സമയം, പ്രത്യേകിച്ച് വന്യജീവി ആക്രമണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കാർഷിക മേഖലയിലുണ്ടായ പ്രതിസന്ധിയാണെങ്കിലും നിരവധി വട്ടം ഇതുപോലുള്ള വിഷയങ്ങൾ ഇപ്പം ഞാൻ നിയമസഭയിൽ ചെന്നതിന് ശേഷം പലയാവർത്തി നിയമസഭയ്ക്ക് മുമ്പിൽ വന്നു. അതിനു മുമ്പ് ഒരു സർക്കാർ പൂർണ്ണസമയ അധികാരത്തിലിരുന്നപ്പോൾ പലയാവർത്തി വിഷയങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷെ അപ്പോഴൊക്കെ അവഗണന എന്ന് മാത്രമല്ല, ശത്രുതാപരമായ ഒരു നിലപാടാണ് പലപ്പോഴും സ്വീകരിച്ചു വരുന്നത്. കാരണം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി, ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇതിനോടകം വന്നു കാണും, നവംബർ 1-ാം തീയതി, പക്ഷേ അത് പബ്ലിക്കേഷൻ നടന്നത് വളരെ വൈകിട്ടാണ്, ഈ സർക്കാർ കൊണ്ടുവന്ന ഒരു കേരള ഫോറസ്റ്റ് അമെൻമെൻറ്റ് ബിൽ 2024, അതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഈ 2024 കേരള ഫോറസ്റ്റ് അമെൻമെൻറ്റ് ബില്ല് ഈ കൊണ്ടുവരുന്ന പശ്ചാത്തലവും സാഹചര്യവും എന്താണെന്ന് ഈ ബില്ലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അപ്രസക്തമായ കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസിൽ അവർ പറഞ്ഞിരിക്കുകയാണ്, റിമോട്ട് ഫോറസ്റ്റ് ഏരിയാസ് ദ പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഹാസ് ടു ഫേസ് സിവിയർ റെസിസ്റ്റൻസ് ഇൻക്ലൂഡിംഗ് അറ്റാക്ക് ഫ്രം ഓർഗനൈസ്ഡ് ഗാങ്സ്. Most forest offences take place inside interior forest and waiting for orders from a magistrate or superior officers to arrest and detain the person may lead to escape of culprits. Hence, such officers are to be empowered to arrest the culprits if found necessary. Therefore, government has decided to give some powers to forest officers so as to overcome the practical difficulties and legal issues being faced. ഇതാണ് ഒരു കാര്യം. പിന്നെ ഫൈൻ എൻഹാൻസ് ചെയ്താണ് രണ്ടാമത്തെ കാര്യം. അതിൻ്റെ കൂടുതൽ ആരും ശ്രദ്ധിക്കാതെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് ഹാസ് ഓൾസോ ഡിസൈഡഡ് ടു റിലാക്സ് ദ റെസ്ട്രിക്ഷൻസ് ഫോർ കട്ടിംഗ് സാൻഡൽ ട്രീസ് ഫ്രം പ്രൈവറ്റ് ലാൻഡ്സ് അതർ ദാൻ ദോസ് റിസർവ്ഡ് ടു ഗവൺമെൻറ് ഡ്യൂറിംഗ് അസൈൻമെൻറ്റ് ഓഫ് സച്ച് ലാൻഡ് ആൻഡ് ദോസ് ഇൻ നോട്ടിഫൈഡ് ഏരിയാസ് അണ്ടർ ദ കേരള Preservation of Trees Act 1986 so as to promote planting of sandal trees. Provision has also to be made for granting permission to landowners to sell their sandal tree through forest department. അപ്പോൾ പ്രധാനമായിട്ടും ഈ അമെൻമെൻറ്റ് രണ്ട് പർപ്പസാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാടുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഓഫീസേഴ്സിന്, ബീറ്റ് ഫോറസ്റ്റർ അടക്കമുള്ള, അതായത് റേഞ്ച് ഓഫീസറുടെയും താഴെ വരുന്ന ഒരു ഉദ്യോഗസ്ഥന് അടക്കം അവരുടെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ് ഒരു പ്രധാന ലക്ഷ്യമായി ഈ ബില്ലിൻ്റെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ലക്ഷ്യമായി പറഞ്ഞിരിക്കുന്നത് ആളുകളുടെ കൈവശമിരിക്കുന്ന അല്ലെങ്കിൽ ആളുകളുടെ ഭൂമിയിലിരിക്കുന്ന ചന്ദന മരങ്ങൾ വെട്ടി വിൽക്കുന്നതിന് ഉള്ള ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾ റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഹാസ് ഓൾസോ ഡിസൈഡ് ടു റിലാക്സ് ദ റെസ്ട്രിക്ഷൻസ് ഫോർ കട്ടിംഗ് സാൻഡൽ ട്രീസ് ഫ്രം പ്രൈവറ്റ് ലാൻഡ്സ് അതർ ദാൻ ദോസ് റിസോർട്ട് ടു ഗവൺമെൻറ് ഡ്യൂറിംഗ് അസൈൻമെൻറ്റ് ഓഫ് സച്ച് ലാൻഡ്. അത് ആ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. അതായത് പ്രൈവറ്റ് ലാൻഡ്സ് എന്ന് പറയുന്നതിൽ അസൈൻഡ് ലാൻഡ് വരും. അപ്പോൾ അസൈൻ ചെയ്യുന്ന സമയത്ത് സർക്കാർ റിസർവ് ചെയ്തിട്ടില്ലാത്ത ഒരു 99% കേസുകളിലും, ഞാൻ പഠിച്ച മനസ്സിലാക്കിയതനുസരിച്ച് 99% കേസുകളിലും അന്നത്തെ പട്ടയം ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇന്ന മരങ്ങൾ അവിടെ നിൽക്കണ്ടെന്ന് എഴുതി റിസർവ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം സർക്കാർ പതിച്ചു കൊടുത്ത ഭൂമിയിൽ നിൽക്കുന്ന ചന്ദന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള വ്യവസ്ഥകൾ ഇളവ് ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ അമെൻമെൻ്റ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് സർക്കാർ കൂടുതലായി കൊടുത്ത അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ 1980 വനനിയമം, 86 പരിസ്ഥിതി നിയമം എല്ലാം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ എല്ലാ നിർവചനവും ചെയ്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് നിർവചനങ്ങൾക്ക് ശേഷം ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സിന്
വാറണ്ട് ഇല്ലാതെ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അധികാരം കൊടുക്കുന്നതാണ് സെക്ഷൻ 24 വന്നിട്ടുള്ള അമെൻമെൻ്റ് എന്ന് പറയുന്നത്. അത് കൃത്യമായി പറഞ്ഞാൽ പവർ ടു അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് എന്ന് പറഞ്ഞൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. എനി ഫോറസ്റ്റ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് എ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഓർ എനി പോലീസ് ഓഫീസർ മേ without orders from a magistrate or without a warrant arrest and detain any person reasonably suspected to have been indulged in any forest offence unless he is satisfied that such person will appear and answer any charge which may be preferred against him. അതായത് ഏതെങ്കിലും വനനിയമങ്ങളുമായി ബന്ധപ്പെട്ട വനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യം ചെയ്തുവെന്ന് സംശയം തോന്നിയാൽ വാറണ്ട് കൂടാതെ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അധികാരം ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന റേഞ്ച് ഓഫീസറുടെ താഴെയുള്ള ആൾക്ക് നൽകിക്കൊണ്ട് ഇപ്പോൾ എനി ഫോറസ്റ്റ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് എ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മേ വിതൗട്ട് ആൻ ഓർഡർ ഫ്രം ഓർഡർ ഓർ വിതൗട്ട് എ വാറന്റ് ഫ്രം മജിസ്ട്രേറ്റ് അറസ്റ്റ് ആൻഡ് ഡീറ്റെയിൻ എനി പേഴ്സൺ എന്നാണ് പറയുന്നത്. വളരെ അപകടകരമായ ഇത് സംഭവിക്കാൻ പോകുന്നത് അതിഗുരുതരമായ അധികാര ദുർവിനിയോഗം.